പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിനെ വിമർശിച്ച് സുപ്രീം കോടതി. സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് കോടതി താക്കീത് നൽകി. രാജ്യം കടന്നുപോകുന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കോടതിയുടെ നിരീക്ഷണം എന്താണ്? വിശദാംശങ്ങൾ. അനന്തപുരം, ഈ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ ഹർജി നൽകിയ വ്യക്തിയെ, ഹർജിക്കാരനെ രൂക്ഷ ഭാഷയിൽ സുപ്രീം കോടതി വിമർശിച്ചു. രാജ്യം കടന്നുപോകുന്ന ഒരു സാഹചര്യത്തെ പറ്റി സാമാന്യമായ ബോധമുണ്ടാകണം എന്നാണ് കോടതി വിവരിച്ചത്. ഇത്രയും ഒരു നിർണായക ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പശ്ചാത്തലമാണിത്. പ്രത്യേകിച്ച് ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ട, ഒരുമിച്ച് കൈകോർക്കേണ്ട ഒരു സമയമാണ്. അതിനിടയിൽ ഇത്തരം ഹർജികൾക്ക് പ്രസക്തിയില്ല. മാത്രമല്ല, സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ചോർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണിത് എന്ന വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഒപ്പം കോടതി മറ്റൊരു ചോദ്യം കൂടി ഉന്നയിച്ചു. അതായത്, ഇത് ഭീകരതയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതേപ്പറ്റി ഒരു റിട്ടയർഡ് ജഡ്ജി എങ്ങനെയാണ് അന്വേഷിക്കുക എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. അതായത്, NIA ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ഒരു ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം കൂടി ഹർജിക്കാരനോട് ചോദിച്ചു. ഈ ഹർജി ഇപ്പോൾ ഹർജിക്കാരൻ പിൻവലിച്ചിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിനെ വിമർശിച്ച് സുപ്രീം കോടതി സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് കോടതി താക്കീത് നൽകി. രാജ്യം കടന്നുപോകുന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഹർജിക്കാരനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.